കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമോ നീക്കുപോക്കോ വേണ്ടെന്ന കാര്യത്തിൽ പാർട്ടി കോൺഗ്രസിൽ രണ്ടഭിപ്രായമില്ലെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ഇതിന്റെ വിശദാംശങ്ങളുമായി കെ രാജേന്ദ്രൻ ഹൈദരാബാദിൽ നിന്ന് ചേരുന്നു. രാജേന്ദ്രൻ, വിശദാംശങ്ങൾ. രാഷ്ട്രീയ പ്രമേയം മുൻനിർത്തിയുള്ള അഭിപ്രായ ഭിന്നതകളെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിടെയാണ് സീതാറാം യെച്ചൂരി വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത്. രണ്ട് കാര്യങ്ങളിൽ CPM-നകത്ത് യാതൊരു രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയേയില്ല. ഒന്ന്, BJP ആണ് മുഖ്യ ശത്രു. BJP-യെ ഏത് വിധേനയും അധികാരത്തിൽ നിന്നും താഴെ ഇറക്കണം. BJP-യെ ശക്തമായി നേരിടണം. മറ്റൊന്ന്, കോൺഗ്രസുമായുള്ള നിലപാടാണ്. കോൺഗ്രസുമായി ഏതെങ്കിലും രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തിനോ തെരഞ്ഞെടുപ്പ് നീക്കുപോക്കിനോ CPIM തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞത് പുറത്തു നിന്നുള്ള പിന്തുണ എന്ന വാക്കുപോലും, എന്ന പദാവലിയുടെ ഭൗതിക സ്വത്തവകാശം പോലും CPIM-നാണ്. CPIM കോൺഗ്രസുമായി അധികാരം പങ്കിടാൻ തയ്യാറായിട്ടില്ല. പങ്കിടാവുന്ന എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിന് യാതൊരു അവ്യക്തതയുമില്ല. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളത് ഏത് രീതിയിൽ BJP-യെ നേരിടണമെന്നതിനെ കുറിച്ചാണ്. BJP-യെ നേരിടേണ്ട മാർഗങ്ങളെ കുറിച്ചാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. കാരണം ഇതിന്റെ രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു വാചകത്തിന് മേലാണ് ഭിന്നതയുള്ളത്. രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു വാചകത്തിൽ കോൺഗ്രസുമായി ധാരണകൾ പാടില്ല എന്ന ഒരു വാചകമുണ്ട്. ഇത് സംബന്ധിച്ചാണ് വ്യത്യസ്തമായ നിലപാടുകളുള്ളത്. പാർട്ടിക്കകത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ രണ്ട് നിലപാടുള്ളപ്പോൾ ഇതിനകത്ത് ഭൂരിഭാഗം പേരും പിന്തുണയ്ക്കുന്ന നിലപാട് ഔദ്യോഗിക രാഷ്ട്രീയ പ്രമേയമായി പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചു. എന്നാൽ CPM എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഉൾപാർട്ടി ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചെറുപക്ഷത്തിന്റെ അഭിപ്രായമായാൽ പോലും അതിന് പാർട്ടി കോൺഗ്രസിൽ ശരിയായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടണം. ഇത്തരത്തിലുള്ള ഒരു ഉന്നത ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഈ കാര്യമാണ് പാർട്ടി കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല ജനറൽ സെക്രട്ടറി അല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇന്നലെ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചത് പോളിറ്റ് ബ്യൂറോ അംഗവും മുതിർന്ന നേതാവുമായ പ്രകാശ് കാരാട്ടായിരുന്നു. നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണദിവെ ജനറൽ സെക്രട്ടറി അല്ലാതിരിക്കെ തന്നെ നിരവധി പാർട്ടി കോൺഗ്രസുകളിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഹർകിഷൻ സിംഗ് സുർജിത്ത് ജനറൽ സെക്രട്ടറി അല്ലാത്ത സമയത്ത് EMS ജനറൽ സെക്രട്ടറി ആയിരിക്കെ പല പാർട്ടി കോൺഗ്രസുകളിലും രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചിരുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ജനറൽ സെക്രട്ടറി അല്ലാത്ത ഒരാൾ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചത് ഒരു പുതിയ കാര്യമല്ല. അതിനുമേലുള്ള വിവാദങ്ങളെല്ലാം വെറുതെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇനി രാഷ്ട്രീയ പ്രമേയത്തിന് മേലുള്ള ചർച്ച നടന്നു കഴിഞ്ഞാൽ ഇതിനുള്ള മറുപടി തയ്യാറാക്കും. മറുപടി പറയാൻ പ്രകാശ് കാരാട്ടിന് അവസരം ലഭിക്കുമ്പോൾ സീതാറാം യെച്ചൂരിക്കും മറുപടി പറയാൻ അവസരം ലഭിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഊഹാപോഹങ്ങൾക്ക് താൻ തയ്യാറില്ല. ഇതെല്ലാം ഉചിതമായ സമയത്ത് പാർട്ടി നേതൃത്വം കൂടിയാലോചനകൾ നടത്തി അതിലൂടെ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഏത് രീതിയിലായിരിക്കും വോട്ടിംഗ് വേണമെങ്കിൽ വോട്ടിംഗ് നടക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭേദഗതി നിർദ്ദേശങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ, പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു സമ്മേളന പ്രതിനിധി വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ വോട്ടിംഗ് അനുവദിക്കും. എന്നാൽ ഇത് കൈ ഉയർത്തിയാണ് സാധാരണ വോട്ട് ചെയ്യാറുള്ളത്. അതൊരു കീഴ്വഴക്കമാണ്. ഇതുവരെയുള്ള പാർട്ടി കോൺഗ്രസുകളിലൊന്നും തന്നെ രഹസ്യ വോട്ടെടുപ്പ് അനുവദിച്ചിട്ടില്ല. പരസ്യമായ വോട്ടിംഗ് ആണ് ഇതിന്റെ കീഴ്വഴക്കം എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJP-യെ നേരിടുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ഐക്യമെല്ലാം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ബദൽ നയങ്ങളിലൂടെ CPIM-ഉം അതുപോലെ ഇടതുപക്ഷവും ശക്തമായി മുന്നോട്ട് പോകും. ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. അതുപോലെ തന്നെ രാജേന്ദ്രൻ, നമുക്കറിയാം ജഡ്ജി ലോയയുടെ മരണത്തിൽ രാജ്യത്തെ സാധാരണക്കാർക്ക് പോലും വലിയ ആശങ്കയോടെയും പ്രതീക്ഷയോടെയും നോക്കിയിരുന്ന ഒരു വിധിയായിരുന്നു. ഏകപക്ഷീയമായി ദീപക് മിശ്രയുടെ ബെഞ്ച് ആ കാര്യത്തിൽ ഒരു വിധി പറഞ്ഞു പോയി എന്ന നിലയിലുള്ള പരാതികളും വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. CPIM-നെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് സൂചിപ്പിച്ചതുമാണ്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഒരു വേദിയിൽ തന്നെ ഈ വിധി കൂടുതൽ ചർച്ചകൾക്ക് വേദിയായിട്ടില്ലേ? ആ കാര്യത്തിൽ പാർട്ടി കോൺഗ്രസിന് തന്നെ ഒരു അഭിപ്രായം എന്ന നിലയിൽ സീതാറാം യെച്ചൂരി പ്രതികരണം നടത്തിയിട്ടുണ്ടോ? സീതാറാം യെച്ചൂരി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പ് വായിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, നടുക്കം ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി സുപ്രീം കോടതിയുടെ ഒരു ഉയർന്ന ബെഞ്ച് പരിഗണിക്കണം എന്ന ആവശ്യമാണ് സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ നൽകുന്നവർ, പൊതുതാൽപര്യ ഹർജികൾ നൽകുന്നവരെ അഴിമതിക്കാരെന്ന രീതിയിൽ സുപ്രീം കോടതി വിശേഷിപ്പിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇപ്പോഴും ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല.
അതുകൊണ്ട് ഉയർന്ന ഒരു ബെഞ്ച് ഇത് പുനഃപരിശോധിക്കണം എന്ന ആവശ്യമാണ് സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കണ്ടതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഹൈദരാബാദിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി K. രാജേന്ദ്രൻ നൽകിയത്. അതോടൊപ്പം നിരവധി കലാരൂപങ്ങളുടെയും കലാകാരന്മാരുടെയും സംഗമവേദി കൂടിയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഹാൾ പരിസരം. ഈസ്റ്റ് ഗോദാവരിയിൽ നിന്നും എത്തിയ കോമാക്കോയ കലാകാരന്മാർ അവരുടെ തലപ്പാവ് അണിയിച്ചാണ് സീതാറാം യെച്ചൂരിയെ ഇന്ന് വേദിയിലേക്ക് സ്വീകരിച്ചത്. ചൂടേറിയ ചർച്ചകളും തീരുമാനങ്ങളുമാണ് പാർട്ടി കോൺഗ്രസ് ഹാളിനുള്ളിലെങ്കിൽ പുറത്താകട്ടെ കലാകാരന്മാരുടെ ആഘോഷമാണ്. തെലങ്കാനയിൽ നിന്നുള്ള കലാരൂപങ്ങൾ ആദ്യ ദിവസം ഹാൾ പരിസരം കീഴടക്കി. ആന്ധ്രയിലെ ഈസ്റ്റ് ഗോദാവരി ഭാഗത്തെ ആദിവാസി ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ അവതരിപ്പിച്ച കോമക്കോയ നൃത്തം ശ്രദ്ധേയമായി. വിത്ത് വിതയ്ക്കുന്ന സമയത്തും ഗ്രാമങ്ങളിലെ ആഘോഷ സമയത്തുമൊക്കെ കോമ ആദിവാസി സമൂഹത്തിന്റെ പ്രധാന നൃത്തമാണിത്. സമ്മേളന വേദിയിലെത്തിയ പ്രതിനിധികളിൽ പലരും മൊബൈലുകളിൽ ചിത്രം പകർത്തി. ചിലർ നൃത്തത്തോടൊപ്പം ചേർന്നു. സമ്മേളന വേദിയിലെത്തിയ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ തലപ്പാവണിയിച്ചാണ് കലാകാരന്മാർ സ്വീകരിച്ചത്. കലാരൂപങ്ങളുമായി നൂറുകണക്കിന് കലാകാരന്മാരാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമ്മേളന വേദിയിലേക്ക് എത്തുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ജഡ്ജി ലോയയുടെ ദുരൂഹ മരണത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ലോയയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 4 ജഡ്ജിമാരുടെ മൊഴികൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും പൊതുതാൽപര്യ ഹർജികൾ ഗൂഢാലോചന നിറഞ്ഞതെന്നും ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. അതേസമയം വിധിക്ക് പിന്നാലെ സുപ്രീംകോടതിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. സൊറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ വാദം കേട്ടിരുന്ന CBI ജഡ്ജി BH ലോയയുടെ ദുരൂഹമരണത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന പൊതുതാൽപര്യ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. ജഡ്ജി ലോയയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത്. മരണദിവസം ലോയയ്ക്കൊപ്പമുണ്ടായിരുന്ന 4 ജഡ്ജിമാരുടെ മൊഴിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു. പൊതുതാൽപര്യ ഹർജികൾ ഗൂഢാലോചന നിറഞ്ഞതും സ്ഥാപിത താൽപര്യങ്ങളുടെ പുറത്തുള്ളതുമാണെന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അഭിപ്രായപ്പെട്ടു. ഹർജിക്കാർ ഇന്ത്യൻ ജുഡീഷ്യറിയെ സംശയനിഴലിൽ നിർത്തുന്നുവെന്ന് പരാമർശിച്ച കോടതി പ്രത്യേക സംഘം അന്വേഷിക്കേണ്ടതില്ലെന്ന അന്തിമ നിലപാടിൽ എത്തുകയും ചെയ്തു. ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തെ ഏറ്റവും വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് ജഡ്ജി ലോയയുടെ ദുരൂഹമരണ കേസാണ്. അതീവ ഗൌരവ സ്വഭാവമുള്ള കേസുകൾ മുതിർന്ന ജഡ്ജിമാർക്ക് നൽകാതെ ജൂനിയർ ജഡ്ജിമാർക്ക് നൽകുന്നുവെന്നായിരുന്നു മുതിർന്ന ജഡ്ജിമാരായ ജസ്റ്റിസ് ജെ ചലമേശ്വർ, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്നിവർ ജനുവരി 12-ന് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് ആരോപണമുന്നയിച്ചത്. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പ്രതിസ്ഥാനത്തുള്ള സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിന്റെ വിചാരണയ്ക്കിടെ 2014 ഡിസംബർ 1-നാണ് നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ ജഡ്ജി ലോയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബാംഗങ്ങളിൽ ചിലർ മരണത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചതോടെയാണ് സംഭവം വിവാദമായത്. പൊളിറ്റിക്കൽ ഡെസ്ക്. അതേസമയം പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. ബ്രസീലിൽ നിന്നുള്ള ഹാക്കർമാരാണ് വെബ്സൈറ്റ് പ്രവർത്തനരഹിതമാക്കിയതെന്നാണ് റിപ്പോർട്ട്. ജസ്റ്റിസ് BH ലോയ കേസിൽ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെയാണ് സംഭവം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ NICIN എന്ന വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത്. ഇലയുടെ രൂപത്തിലുള്ള ഒരു അടയാളവും സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ മുകളിലായി ഹൈടെക് ബ്രസീൽ ഹാക്ക് ടീമാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതെന്നും എഴുതിയിട്ടുണ്ട്. ഇതോടെ വെബ്സൈറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ലെന്നും പേജ് പ്രവർത്തനരഹിതമാണെന്നും സൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. സംഭവത്തിൽ ദില്ലി പോലീസിന്റെ IT വിഭാഗം അന്വേഷണം ആരംഭിച്ചു. ജഡ്ജി BH ലോയ കേസിൽ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെയാണ് സംഭവം. ഈ മാസം 6-ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് ചൈനീസ് ഹാക്കർമാരെന്ന് കരുതുന്ന സംഘം ഹാക്ക് ചെയ്തിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിനു നേർക്കും ഈ വർഷം ആദ്യം ആക്രമണം നടന്നിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഇരട്ട ഭീഷണിക്ക് തിരിച്ചടി നൽകാനുള്ള യുദ്ധതന്ത്രങ്ങൾ ആരംഭിച്ചതായി വ്യോമസേന പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത്. സർക്കാർ സൈറ്റുകൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നതിൽ പരിഹാസവുമായി ട്വീറ്റുകളും ഇറങ്ങിയിട്ടുണ്ട്. മോദി സർക്കാരിന് മന്ത്രാലയങ്ങളുടെയും മറ്റ് അധികാര സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റ് പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ കഴിയുമെന്ന വിമർശനവും വ്യാപകമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
അപ്രഖ്യാപിത ഹർത്താലിലൂടെ വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമം നടന്നുവെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നുവരുന്നുണ്ടെന്നും DGP പറഞ്ഞു. വരാപ്പുഴ ശ്രീജിത്തിന്റെ മരണത്തിൽ നിഷ്പക്ഷമായ നടപടി ഉണ്ടാകുമെന്നും റൂറൽ SP AV ജോർജിനെക്കുറിച്ചുള്ള ബന്ധുക്കളുടെ പരാതി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് നടന്നു. വാട്സപ്പ് സന്ദേശത്തിലൂടെ ഹർത്താലിന് ആഹ്വാനം നടത്തി അക്രമം അഴിച്ചുവിട്ടത് സംസ്ഥാനത്ത് വർഗീയ കലാപമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു എന്ന DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച സന്ദേശത്തെക്കുറിച്ചും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചും കൃത്യമായി അന്വേഷണം നടന്നുവരുന്നുവെന്നും DGP പറഞ്ഞു. വരാപ്പുഴ ശ്രീജിത്തിന്റെ മരണത്തിൽ നിഷ്പക്ഷമായ നടപടിയുണ്ടാകുമെന്നും റൂറൽ SP AV ജോർജിനെക്കുറിച്ചുള്ള ബന്ധുക്കളുടെ പരാതിയും അറസ്റ്റിലായ പോലീസുകാർ തങ്ങൾ നിരപരാധിയാണെന്ന് കാട്ടി പ്രചരിപ്പിച്ച വീഡിയോ സന്ദേശത്തെക്കുറിച്ചും പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ലീഡർലെസ് ഹർത്താൽ നിങ്ങൾ പറയുന്ന വാട്സാപ്പ് ഹർത്താൽ അല്ലേ, സോ അതിനെ കുറച്ച് ആൾക്കാരെ ഇതിൽ മനപ്പുറക്ക് ഇൻറ്റൻഷനലി ചെയ്തിട്ടുണ്ട്. ഒരു കമ്മ്യൂണൽ പാഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമമാണ്. അപ്പോൾ അത് പറയട്ടെ, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ നടക്കട്ടെ. ഐ വിൽ സെൻഡ് ദാറ്റ് പർട്ടിക്കുലർ വീഡിയോ ടുഡേ ടു അവർ ടീം. പോലീസ് ആസ്ഥാനത്ത് ചേരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാനത്തെക്കുറിച്ചും പോലീസുകാരുടെ ഇടപെടലിനെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമസമാധാന പാലനം, ക്രൈംബ്രാഞ്ച്, ഇന്റലിജൻസ് അടക്കമുള്ള മേഖലയിലെ SP മാർ മുതൽ മുകളിലുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. വീഡിയോ കോൺഫറൻസ് വഴിയാകും മറ്റ് ജില്ലകളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുക. അടുത്ത കാലത്തായി പോലീസിനെതിരെ പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് DGP യോഗം വിളിച്ചത്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യത. ദളിത് പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന AICC നിലപാടാണ് കൊടിക്കുന്നിലിന് തുണയാകുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KV തോമസ്, VD സതീശൻ എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. ദളിത് പ്രാതിനിധ്യവും പാർലമെന്ററി രംഗത്തെ ദീർഘകാല പ്രവർത്തനങ്ങളും കൊടിക്കുന്നിലിന് പിന്തുണയാവുകയാണ്. കേരളത്തിൽ നിന്ന് ഇക്കാലമത്രയും ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു KPCC അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല എന്നതും കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യത ഏറ്റുകയാണ്. ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ദളിത് PCC അധ്യക്ഷനുള്ളത്. താരതമ്യേന ചെറുപ്പമാണ് എന്നതും കൊടിക്കുന്നിലിന് അനുകൂല ഘടകമാണ്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കൊടിക്കുന്നിൽ KPCC അധ്യക്ഷനാകുന്നതിൽ എതിർപ്പില്ല എന്നും സൂചനയുണ്ട്. കൊടിക്കുന്നിലിന്റെ പേര് ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചാൽ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും തള്ളിക്കളയാനുമാവില്ല. തള്ളിക്കളഞ്ഞാൽ അത് ദളിത് വിഭാഗത്തോടുള്ള അവഗണനയായും വിലയിരുത്തപ്പെടും എന്നതാണത്. അതേസമയം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ മതിയെന്നാണ് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KV തോമസ്, VD സതീശൻ, K സുധാകരൻ തുടങ്ങിയവരുടെ പേരുകളും സജീവ പരിഗണനയിലുണ്ട്. നിലവിലെ KPCC അധ്യക്ഷന്റെ പ്രവർത്തനത്തിൽ രാഹുൽ ഗാന്ധി അതൃപ്തനാണ് എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തീരദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള കർശന നിയന്ത്രണങ്ങളിൽ കേന്ദ്രം ഇളവ് വരുത്തി. 200 മീറ്റർ പരിധിയിൽ നിർമ്മാണം പാടില്ലെന്ന വ്യവസ്ഥ കേന്ദ്രം 50 മീറ്ററാക്കി കുറച്ചു. വനം പരിസ്ഥിതി മന്ത്രാലയം ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം പുറത്തിറക്കി. എന്നാൽ ഈ കരട് വിജ്ഞാപനം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതല്ലെന്നും വിനോദസഞ്ചാര മേഖലയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും ഉള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. തീരദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. തീരദേശത്തിന് 200 മീറ്ററിനുള്ളിൽ നിർമ്മാണം പാടില്ലെന്ന വ്യവസ്ഥ 50 മീറ്ററായാണ് ചുരുക്കിയിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയെ കൂടി കണക്കിലെടുത്താണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം. 60 ദിവസങ്ങൾക്കുള്ളിൽ പൊതുജനങ്ങൾക്ക് കരടിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതിനുശേഷം മാത്രമേ അന്തിമ വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കുകയുള്ളൂ. മത്സ്യത്തൊഴിലാളികൾക്ക് പാർപ്പിടമൊരുക്കാൻ കൂടുതൽ സൌകര്യം ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ വൻകിട കെട്ടിടങ്ങൾക്ക് സൌകര്യം ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു കരട് പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. തീരദേശത്തെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്നും ഇവിടങ്ങളിലെ 30% പ്രദേശത്ത് മാത്രമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. ജനസാന്ദ്രതയേറിയ ഇടങ്ങളിൽ വേലിയേറ്റ പരിധിയിൽ നിന്ന് 50 മീറ്റർ വിട്ടും മറ്റ് തീരപ്രദേശങ്ങളിൽ 200 മീറ്റർ വിട്ടും നിർമ്മാണ പ്രവർത്തനം നടത്താം. ദ്വീപുകളിലെ നിർമ്മാണത്തിന്റെ പരിധി 50 മീറ്ററിൽ നിന്നും 20 മീറ്ററാക്കി കുറച്ചിട്ടുണ്ട്. എന്നാൽ ദ്വീപുകളെ ഇതിൽ കൃത്യമായി നിർവചിച്ചിട്ടില്ല. നിബന്ധനകൾ പാലിച്ച് പരിസ്ഥിതി സൌഹൃദ റിസോർട്ടുകൾ, ഹോട്ടലുകൾ എന്നിവ നിർമ്മിക്കാം. വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി ഹോം സ്റ്റേകളും തയ്യാറാക്കണമെന്നും പറയുന്നു. വിജ്ഞാപനത്തിൽ തീരദേശ പരിപാലനം എന്നത് പുതിയ നിർവചന പ്രകാരം സമുദ്ര തീരദേശ പരിപാലന മേഖലാ നിയമം എന്ന് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിരോധനാജ്ഞ നിലനിൽക്കുന്ന കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പരിധി കനത്ത സുരക്ഷാ വലയത്തിൽ. കോഴിക്കോട് നഗരത്തിൽ മാത്രം 4 കമ്പനി അധിക പോലീസിനെ വിന്യസിച്ചു. എന്നാൽ ജനജീവിതം സാധാരണ നിലയിലാണ്. അപ്രഖ്യാപിത ഹർത്താലിന്റെ മറവിൽ അക്രമം നടന്ന സാഹചര്യത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ജില്ലകളിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. വടകര സബ് ഡിവിഷൻ, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പരിധികളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ഇവിടെ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് നഗരത്തിൽ ഒരാഴ്ചത്തേക്ക് പ്രതിഷേധ പരിപാടികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു.
പൊതുപരിപാടികൾക്കും നഗരത്തിൽ വിലക്ക് തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ആംഡ് റിസർവ് ബറ്റാലിയൻ ഉൾപ്പെടെ 4 കമ്പനി പോലീസിനെ അധികമായി നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ മലപ്പുറം എസ്.പിയെ അസഭ്യം വിളിച്ചതിന് കോഴിക്കോട് ബാറിലെ അഭിഭാഷകനായ NVP റഫീഖിനെതിരെ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തു. കത്വ സംഭവത്തെ തുടർന്ന് വിവിധ സംഘടനകളുടെ പ്രതിഷേധം കോഴിക്കോട് നഗരത്തിൽ നടന്നിരുന്നു. പ്രതിഷേധം വർഗീയ സംഘടനകൾ ഏറ്റെടുത്ത് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കം മുൻകൂട്ടി കണ്ടാണ് പോലീസ് കോഴിക്കോട് നഗരത്തിലുൾപ്പെടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. നിരോധനാജ്ഞ നിലനിൽക്കുമ്പോഴും ജനജീവിതം സാധാരണ നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ ഗർഭിണിയായ യുവതിയെ കണ്ടെത്തി. കരുനാഗപ്പള്ളിയിൽ വെച്ചാണ് യുവതിയെ ടാക്സി ഡ്രൈവർമാർ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, കഴിഞ്ഞ ദിവസമാണ് SIT ആശുപത്രിയിൽ നിന്ന് ഈ ഗർഭിണിയായ യുവതിയെ കാണാതായത്. വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചൊരു വാർത്ത കൂടിയാണ്. എങ്ങനെയാണ് യുവതിയെ കണ്ടെത്തിയത്? എന്താണ് സംഭവിച്ചത്? ആനന്ദ്, കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായി തിരുവനന്തപുരം SIT ആശുപത്രിയിൽ എത്തിയ ഗർഭിണിയെയാണ് കാണാതായത്. ആ സമയം മുതൽ പോലീസ് ശക്തമായ അന്വേഷണം തുടരുകയായിരുന്നു. ഏതാണ്ട് 20 മിനിറ്റ് മുൻപ് യുവതിയെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ കണ്ടെത്തുകയായിരുന്നു. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തിയ യുവതിയെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തിരിച്ചറിയുകയായിരുന്നു. ഇതേ തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി യുവതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ യുവതി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. യുവതിയുടെ മെഡിക്കൽ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള പോലീസ് തയ്യാറെടുക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് യുവതി തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഗർഭിണിയായ യുവതി ചികിത്സയ്ക്ക് എത്തിയത്. പൂർണ്ണ ഗർഭിണിയാണ് എന്നായിരുന്നു വരുന്ന റിപ്പോർട്ടുകൾ. ഭർത്താവിനും ബന്ധുക്കൾക്കും ഒപ്പമായിരുന്നു യുവതി SIT ആശുപത്രിയിൽ എത്തിയത്. പിന്നീട് പരിശോധനയ്ക്കായി ലാബിലേക്ക് പോയ യുവതിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ യുവതിയെ എറണാകുളം തൃപ്പൂണിത്തുറ ഭാഗത്ത് ഉൾപ്പെടെ എത്തിയതായി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇതേ തുടർന്ന് വിശദമായ പരിശോധന പോലീസ് വ്യാപകമായ പരിശോധന നടത്തുന്നതിനിടയിലാണ് യുവതിയെ ഇപ്പോൾ കണ്ടെത്തിയത്. മെഡിക്കൽ പരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ മെഡിക്കൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചില സംശയങ്ങളും ഉടലെടുത്തിരുന്നു. യുവതി ഗർഭിണിയാണോ എന്നത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗർഭിണി അല്ല എന്നാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. ഇതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. വളരെ ദുരൂഹത നിറഞ്ഞ സാഹചര്യത്തിലാണ് യുവതിയെ കാണാതാകുന്നതും ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തു നിന്നും മെഡിക്കൽ കോളേജ് പോലീസ് സംഘം കരുനാഗപ്പള്ളിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. യുവതിയെ കണ്ട് കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾക്ക് അവസാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഗർഭിണിയെ കണ്ടെത്തിയിരിക്കുന്നു. വലിയ ആശങ്കകൾക്ക് അറുതിയായിരിക്കുന്നു. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ നിന്ന് കാണാതായ യുവതിയെ കരുനാഗപ്പള്ളിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ പിന്നിലെ ദുരൂഹതകളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. KG ദിനകറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് ശക്തന്റെ തട്ടകത്തിൽ പൂരപതാകകൾ ഉയർന്നു. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായത്. ഏപ്രിൽ 25-നാണ് തൃശൂർ പൂരം. 11:30 തിരുവമ്പാടി ക്ഷേത്രത്തിലായിരുന്നു ആദ്യ ചടങ്ങുകൾ. പാരമ്പര്യ അവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരൻ ആചാര്യ തയ്യാറാക്കിയ കൊടിമരം തട്ടകക്കാർക്ക് കൈമാറി. കൊടിക്കൂറ കെട്ടി ആർപ്പി വിളികളോടെ ദേശക്കാർ കൊടിമരം നാട്ടി. തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പോടെ നായ്ക്കനാലിലും നടുവിലാലിലും പൂരപതാക ഉയർന്നു. പാറമേക്കാവിൽ 12:15-നായിരുന്നു ചടങ്ങുകൾ. ചെമ്പിൽ കുട്ടനാചാരി മിനുക്കിയെടുത്ത കൊടിമരത്തിൽ സിംഹമുദ്രയുള്ള പതാക കെട്ടി കൊടി ഉയർത്തി. 5 ആനകളുടെ അകമ്പടിയോടെ വടക്കുംനട ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് ആരംഭിച്ചപ്പോൾ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ മേളം കൊട്ടിക്കയറി. ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠൻ ആലിലും പാറമേക്കാവിന്റെ പൂരപതാക ഉയർന്നു. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കൊപ്പം 8 ഘടകക്ഷേത്രങ്ങളിലും പൂരക്കൊടി ഉയർന്നു കഴിഞ്ഞു. 36 മണിക്കൂർ നീളുന്ന വിസ്മയ കാഴ്ചയ്ക്ക് ഇനി 5 ദിവസം മാത്രം കാത്തിരിപ്പ്. ക്യാമറമാൻ PP സലിമിനൊപ്പം CG ദിൽജിത്ത്.